തീർച്ചയായിട്ടും ഇത് CPM-ന്റെ ഇടതിന്റെയും വലതിന്റെയും ഗൂഢാലോചന തന്നെയാണ്. പിന്നെ അനീഷ് ജിക്കെതിരെ എന്ത് കള്ളപ്രചരണം ഇനി നടത്തിയാലും ജനങ്ങള് അതിനെതിരെ പ്രതികരിക്കും. പ്രത്യേകിച്ച് ഞങ്ങൾ സ്ത്രീകള് ഇനി മുന്നിട്ടിറങ്ങും. BJP ഇതിനെ പ്രതിരോധിക്കും. അധികാരം ഞങ്ങൾ പിടിച്ചെടുക്കും. കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചെടുക്കും. നിയമസഭയും ഞങ്ങൾ പിടിച്ചെടുക്കും. ഒരു സംശയമില്ല. ശക്തമായ പോരാട്ടം ഞങ്ങൾ നടത്തും. ഞങ്ങൾ സ്ത്രീകളാണ് അതിന് മുന്നിട്ടിറങ്ങണത്. ഞങ്ങളുടെ അന്വേഷണ തൊട്ട് കളിച്ച ഞങ്ങള് വെറുതെ ഇരിക്കുന്ന ആരും കരുതണ്ട. പോലീസല്ല ഏത് CPM-ന്റെ ആൾക്കാരായാലും നടക്കില്ല കാര്യം. ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ഇതൊരു സൂചന അത്രയ്ക്കുള്ളോ. ഇനി ഇത് കഴിഞ്ഞാൽ ഇതിലപ്പുറം നിങ്ങൾ കാണാതിരിക്കണുള്ളൂ. കുറെ നാളെ ഇവര് ഞങ്ങളുടെ മെക്കെട്ട് കയറി തുടങ്ങി. ഞങ്ങളിങ്ങനെ ഒതുങ്ങിയിരിക്കാൻ കണ്ടിട്ടില്ലേ. എന്താണെന്ന് വെച്ചാൽ അവര് ചെയ്യട്ടെ. ഞങ്ങളിങ്ങി മുന്നോട്ട് ഇറങ്ങാൻ തന്നെയാ. നമസ്കാരം. തൃശ്ശൂരിൽ BJP-യുടെ വിജയത്തിന് ശേഷം തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിനെ കള്ളക്കേസുകളിൽ കുടുക്കി അദ്ദേഹത്തെ ജയിലിലാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ള ആരോപണവുമായിട്ട് BJP-യുടെ തൃശ്ശൂരിലെ ജില്ലാ ഘടകം ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ 3 കേസുകൾ നിരന്തരമായിട്ട് എടുത്തുകൊണ്ട് 107 എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഏർപ്പെടുത്തി ജയിലിലടക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നുള്ള ഒരു ആരോപണമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രതിഷേധം, BJP-യുടെ പ്രതിഷേധം ഇപ്പോൾ തൃശ്ശൂരിൽ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് BJP-യുടെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ നമുക്കൊപ്പം ചേരുകയാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ജില്ലാ പ്രസിഡന്റിനെ ജയിലിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നടക്കുന്നു എന്നുള്ള ആരോപണമായിട്ടാണ് പ്രതിഷേധമുള്ളത്. ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഒരു യാഥാർത്ഥ്യമില്ല. പിന്നെ ഞങ്ങളുടെ അന്വേഷണ തൊട്ട് കളിച്ച ഞങ്ങള് വെറുതെ ഇരിക്കുന്ന ആരും കരുതണ്ട. പോലീസല്ല ഏത് CPM-ന്റെ ആൾക്കാരായാലും നടക്കില്ല കാര്യം. ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ഇതൊരു സൂചന അത്രയ്ക്കുള്ളോ. ഇനി ഇത് കഴിഞ്ഞാൽ ഇതിലപ്പുറം നിങ്ങൾ കാണാതിരിക്കണുള്ളൂ. കുറെ നാളെ ഇവര് ഞങ്ങളുടെ മെക്കെട്ട് കയറി തുടങ്ങി. ഞങ്ങളിങ്ങനെ ഒതുങ്ങിയിരിക്കാൻ കണ്ടിട്ടില്ലേ. എന്താണെന്ന് വെച്ചാൽ അവര് ചെയ്യട്ടെ. ഞങ്ങളിങ്ങി മുന്നോട്ട് ഇറങ്ങാൻ തന്നെയാ. ഇത് ഈ സുരേഷ് ഗോപിയുടെ വിജയിച്ചതിന് അല്ലെങ്കിൽ BJP വിജയിച്ചതിന്റെ പ്രതികാര നടപടിയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? സുരേഷ് ഗോപി ജയിച്ചതിന്റെ പ്രതികാര നടപടി തന്നെ. ഇവര് വിചാരിച്ചു ഈ നാട്ടിലൊന്നും സുരേഷ് ഗോപി BJP വരില്ലാന്ന്. പക്ഷെ BJP വന്നപ്പോ അവർക്ക് ഇരിക്കിറങ്ങിയില്ലാണ്ടായി. എല്ലാവർക്കും കുരു പൊട്ടി തുടങ്ങി. ഇനി കുരു പൊട്ടിയിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളിങ്ങി പ്രവർത്തിക്കാൻ തന്നെ ചെയ്യും. ഇടതുപക്ഷമാണ് ഇതിന്റെ പുറകിൽ നിന്ന് വിശ്വസിക്കുന്നത്. ഇടതുപക്ഷം തന്നെ, വേറെ ആരുമല്ല ഇത് കളിക്കുന്നത്. ഉറപ്പന്നെ. ചേച്ചി എന്താണ് തോന്നുന്നത്? എന്താണ് ഇത് സുരേഷ് ഏട്ടൻ വിജയിച്ചതിന്റെ ഒറ്റ ഒരു പകപ്പോക്കലായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ ഈ മണ്ഡലം തൃശ്ശൂർ ജില്ലയിൽ തന്നെ അമരത്ത് ഇരുന്നിരുന്നത് നമ്മുടെ അനീഷേട്ടനാണ്. അനീഷേട്ടനെ എങ്ങനെയും കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള പ്രവർത്തകരെ അതില് അവരുടെ ശക്തി ക്ഷയിപ്പിക്കുക, അതായിരിക്കും അവരുടെ ലക്ഷ്യം. പക്ഷെ അതവർക്ക് തെറ്റി. അനീഷേട്ടനെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ സ്ത്രീകൾ വെറുതെ ഇരിക്കില്ല. സുരേഷേട്ടന് വേണ്ടി ഞങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചു അതിന്റെ ഇരട്ടിയായിരിക്കും ഇനിയുള്ള പ്രവർത്തനവും. അനീഷേട്ടനെ മാത്രം ഇതുപോലെ ഫോക്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? ഈ തൃശ്ശൂർ ജില്ലയുടെ ഇത്രയും വലിയൊരു വോട്ട് ശതമാനമായുള്ള വിജയം അത് അനീഷേട്ടന്റെ ഒറ്റ നേതൃത്വത്തിൽ നേടിയെടുത്തത് തന്നെയാണ്. ഞങ്ങളെല്ലാം ഓരോ പ്രവർത്തകരെയും എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു സ്ഥാനത്തിരുന്നിട്ട് ആള് നേതൃത്വം കൊടുത്തത് അനീഷേട്ടൻ മാത്രമാണ്. ഇപ്പോ ഈ മറ്റ് മണ്ഡലങ്ങളിലേക്കെല്ലാം ഈ ഒരു പ്രതിഷേധം ഉണ്ടാകും. തീർച്ചയായിട്ടും ഇപ്പൊ ഇവരിത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇത് തൃശ്ശൂർ ജില്ല മൊത്തം ഏറ്റെടുക്കും. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി എങ്ങനെ കാണുന്നു ചേച്ചി ഒരു അനീഷേട്ടനെതിരെയുള്ള ഒരു സംഭവത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? അനീഷേട്ടൻ ഈ ജില്ലക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഇവർക്ക് വെറിപൂട്ട് നിൽക്കുകയാണ്. അതായത് സുരേഷ് ഗോപി ഒരു സിനിമാ നടനാന്ന് പറഞ്ഞിട്ട് ഇവര് എന്താ പറയാ ജയിക്കില്ല എന്നുള്ളൊരു സംവിധാനത്തിലാണ് ഇവര് നിന്നിരുന്നത്. അതുകൊണ്ട് ഇവര് പ്രവർത്തിക്കാനും ഇവര് പിന്നാക്കം നിന്നു. ഇവര് എപ്പോഴും കളിയാക്കും നമ്മൾ ജയിക്കില്ല. നമ്മളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പറയും നിങ്ങൾ BJP-ക്കാരോ, നിങ്ങൾ ജയിക്കില്ല, ഒരിക്കലും നിങ്ങൾ ജയിക്കില്ല എന്ന് തന്നെയാണ് ഇവര് നമ്മളോട് ബെറ്റ് വരെ വെച്ചിട്ടുണ്ട്, ജയിക്കില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങള് അതൊന്നും തളരാതെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾ സുരേഷ് ഗോപിനെ ജയിപ്പിച്ചു. അതിന് ഞങ്ങൾക്ക് പിന്തുണ തന്നത് ഞങ്ങളുടെ അനീഷേട്ടനാണ്. അനീഷേട്ടനെ തോൽപ്പിക്കാനായിട്ട് ഇവിടെ ആരും ശ്രമിക്കണ്ട. ഞങ്ങൾ സ്ത്രീകൾ തന്നെ മുന്നോട്ട് ഇറങ്ങും ഇതിനു വേണ്ടിയിട്ട്. അനീഷേട്ടൻ ഒരു പുലിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുലി എന്ന് പറഞ്ഞ ഒരു പുപ്പുലി തന്നെയാണ്. ഈ ജില്ല ഭരിക്കാനായിട്ട് ആൾ തന്നെയാണ്. BJP-യുടെ നല്ലൊരു നേതാവാണ്. ഇപ്പോ ഈ നിലവിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം ഒരു പ്രതികാര നടപടിയാണത്. അതെ, ഇവര് പ്രതികാരം തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ജയം മുന്നിൽ കണ്ടുകൊണ്ട് ഇവര് ഓരോ പരിപാടികൾ നടത്തുന്നത് ഞങ്ങൾക്കെതിരെ ശത്രുത പുലർത്തിക്കൊണ്ടാണ്. ഇപ്പൊ ഈ പേടിയുള്ളത് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനും അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷനൊക്കെ BJP വലിയ നേട്ടം ഉണ്ടാക്കുന്നുള്ള ഒരു ഭയമാണോ? അതെ, കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കുമെന്നൊരു സൂചന ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോ ഈ അനീഷേട്ടനെതിരെ ഈ ആവശ്യമില്ലാതെ 107 എടുത്തിരിക്കുന്നത്. ആവശ്യമില്ലാതെ അനീഷേട്ടനെതിരെ വലിച്ചഴിക്കുന്നതും അവരിതിനു വേണ്ടിയിട്ടാണ്. കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കുമെന്ന് ഇവർക്ക് പേടിയുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഇനിയും കേരളം ഞങ്ങൾ പിടിച്ചെടുക്കും, BJP മുന്നേറും, ഒരു സംശയവും ഇല്ല. ചേച്ചി എങ്ങനെയാണ് ഒരു വിഷയത്തെ
തീർച്ചയായിട്ടും നമ്മൾ ഈ ജയത്തിന്റെ പിന്നിലുള്ളതാണ്. പിന്നെ പോരാതെ കരുവന്നൂർ പ്രശ്നം, അതെല്ലാത്തിന്റെയും കൂടിയിട്ടുള്ള ഒരു വലിയ, നമുക്ക് കരുവന്നൂർ പ്രശ്നത്തിന്റെ സമയത്ത് നമ്മളിവിടെ എന്താ പറയാ പദയാത്ര അതൊക്കെ നടത്തുമ്പോൾ അനീഷേട്ടന്റെ ഒരു വലിയൊരു നമുക്ക് അനീഷേട്ടനാണ് നമ്മൾക്ക് മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ജയിച്ചിരുന്നത്. അവരെ തളർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നത്. അത് ഒരിക്കലും നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷേട്ടന്റെ ഗൈഡിങ്ങിലാണ് നമ്മളിന്ന് ഈ ഒരു ഇലക്ഷൻ ജയിച്ചതും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഈ തൃശ്ശൂരിനെ ഭരിക്കാൻ, അതായത് തൃശ്ശൂരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനീഷേട്ടനെ പോലെ ഒരാൾക്കും സാധ്യമല്ല. അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് കൊണ്ടാണ് അനീഷേട്ടനെതിരെ ഈ ഒരു പ്രശ്നങ്ങൾ നടത്തുന്നത്. അതിനാരും ഞങ്ങളിന്നല്ല, ഈ തൃശ്ശൂരും അതിനുവേണ്ടി മുഴുവൻ ആൾക്കാരും പ്രതികരിക്കുന്നതാണ്. ഇപ്പോ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJPക്ക് നേട്ടമുണ്ടാകുമെന്നുള്ളൊരു ഭയമാണോ ഇത്? തീർച്ചയായിട്ടും. അത് ഇനിയുള്ള കോർപ്പറേഷൻ ഇലക്ഷൻ ആയാലും മറ്റുള്ള വരുന്ന ഇലക്ഷനുകളിലെല്ലാത്തിനും നമുക്ക് BJP ജയിക്കും എന്നുള്ളത് അവർക്ക് നല്ല 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തെ താർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും നടക്കില്ല. ഇതുവരെ പ്രവർത്തിച്ച അതിനേക്കാൾ കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് ഇനി വരുന്ന ഇലക്ഷനെയും നമ്മൾ നേരിടുന്നതാണ്. അപ്പോ ഇത് CPM ആണ് ഇതിന്റെ പുറകിൽ വിശ്വസിക്കുന്നുണ്ട്, ഉറപ്പാണ്? തീർച്ചയായിട്ടും. അല്ലാതെ പിന്നെ ആർക്കും ഇതിനെ ആക്കേണ്ട കാര്യമില്ല. കാരണം CPM-കാരുടെ അവർക്ക് ഇരിക്കപ്പെടുന്നില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം കരുവന്നൂർ പ്രശ്നത്തിലും അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ തോൽവിയിലും അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല BJP ജയിക്കുന്നു, ഇതുപോലെ ഇടതിനൊരു ഇത്രയും ഒരു എന്താ പറയാ ജയമുണ്ടാവില്ല എന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരതിനു വേണ്ടി ഇപ്പൊ പ്രതികരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയുള്ള അങ്ങോട്ടുള്ള പ്രവർത്തനം ഇതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി അനീഷേട്ടന്റെ പിൻബലത്തോടുകൂടി ഞങ്ങൾ നടത്തുന്നതാണ്. ചേച്ചി, പോലീസിനോട് എന്താണ് പറയാനുള്ളത് ഈ ഒരു വിഷയമായിരുന്നു? പോലീസ് പിണറായിയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാണ്ട് നന്മയ്ക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ പറയും. ഇപ്പൊ പൊതിച്ചോറിന്റെ പേരും പറഞ്ഞ DYFIക്കാര് കഞ്ചാവ് കടത്തുന്ന കേസൊക്കെ കണ്ടില്ലേ? അതേപോലെയുള്ള കാര്യങ്ങൾ. അല്ലാണ്ട് ഞങ്ങളെ പോലെ നല്ല പ്രവൃത്തി കാണിക്കുന്ന അനീഷേട്ടനെതിരെ പ്രവർത്തിക്കാണ്ട് ഈ തെറ്റ് ചെയ്യുന്നവരെ പിന്നാലെ പോകാൻ പറയും പോലീസുകാരുടെ അടുത്ത്. ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് BJP ഇനി കൂടുതൽ പ്രതിഷേധങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യത? പ്രതിഷേധങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തയ്യാറ്. ഇനിയും മുന്നോട്ട് പോകാൻ തന്നെ തയ്യാറ്. പോലീസിനോട് എന്താണ് പറയാനുള്ളത്? ഇതന്നെ പറഞ്ഞത് തന്നെ. പോലീസുകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് എന്താ പറയാ കമ്മ്യൂണിസ്റ്റുകാരുടെ CPM-കാരുടെ ആളുകളാവാതെ അവർ ഈ പറഞ്ഞ പോലെ നമ്മൾ തെറ്റ് ചെയ്യുന്നവരുടെ പിന്നാലെ പോട്ടെ. അതല്ലാതെ അവർ പറയുന്നതിന് മാത്രം, മരിക്കുന്ന ആളുകളാന്ന് വെച്ചിട്ട് പറയുന്നതിന് മാത്രം പിന്നാലെ പോയി അവര് വെറുതെ ആളുകളെ എന്താ പറയാ ബുദ്ധിമുട്ടിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം അതിനകത്ത് പ്രതികരിക്കുന്നതാണ് ഞങ്ങളെല്ലാവരും. അമ്മ നമസ്കാരം. നമസ്കാരം. അനീഷേട്ടനെതിരെയുള്ള ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? എന്താണ് അനീഷേട്ടനെതിരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഇനി ഇലക്ഷൻ വരുന്ന ഇലക്ഷൻ അതിനെയും കൂടി കണ്ടുകൊണ്ടാണ് അവരിപ്പോ തൊട്ട് ഇതിനെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോ ഇപ്പോ സുരേഷ് ഗോപി സാറ് ജയിച്ചു. അതിന് മുൻപായിട്ട് സാറിനെ കുറിച്ച് പലതരത്തിലുള്ള പ്രചരണങ്ങളും അപവാദങ്ങളും പലതരത്തിലും പ്രതിഷേധിച്ചിട്ടും പറഞ്ഞിട്ടും വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് സാർ ജയിച്ചു. അപ്പോൾ അതുപോലെ ഇനിയും വരുന്ന ഇലക്ഷനിൽ നമ്മൾക്ക് മുൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാനുള്ളൊരു കഴിവ് സാധ്യതയുണ്ടെന്ന് കണ്ടറിഞ്ഞിട്ട് അവരിപ്പോൾ തന്നെ പ്രചരണങ്ങളും ഇതുപോലെയുള്ള കള്ള കേസിൽ പെടുത്തി നേതാക്കന്മാർക്കെതിരെ കേസെടുക്കുകയൊക്കെ ചെയ്യാണ്. അപ്പം അത് നമ്മളെ തളർത്തി നമുക്ക് വിജയം ഇല്ലാതാക്കാനുള്ളൊരു ഇതാണ് അവർ ചെയ്യണത്. പക്ഷെ അത് നടക്കില്ല. എങ്ങനെയായാലും ഇനിയുള്ള കോർപ്പറേഷൻ ഇലക്ഷനായാലും നിയമസഭയിലായാലും നമ്മൾ ജയിക്കും. അതിനുള്ള സാധ്യതയുണ്ട്. ചേച്ചി, അനീഷേട്ടനെതിരെയുള്ള ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എന്താണ് ഇത് CPM-ന്റെ ഗൂഢാലോചനയാണോ? തീർച്ചയായിട്ടും ഇത് CPM-ന്റെ ഇടതിന്റെയും വലതിന്റെയും ഗൂഢാലോചന തന്നെയാണ്. പിന്നെ അനീഷ്ജിക്കെതിരെ എന്ത് കള്ളപ്രചരണം ഇനി നടത്തിയാലും ജനങ്ങള് അതിനെതിരെ പ്രതികരിക്കും. പ്രത്യേകിച്ച് ഞങ്ങൾ സ്ത്രീകള് ഇനി മുന്നിട്ടിറങ്ങും. ഇത് BJPക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമോ? അധികാരമൊന്നും കേരളത്തിലില്ലാത്തതിന്റെ പേരിൽ BJP ഇതിനെ പ്രതിരോധിക്കും. അധികാരം ഞങ്ങൾ പിടിച്ചെടുക്കും. കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചെടുക്കും. നിയമസഭ ഞങ്ങൾ പിടിച്ചെടുക്കും. ഒരു സംശയമില്ല. ശക്തമായ പോരാട്ടം ഞങ്ങൾ നടത്തും. ഞങ്ങൾ സ്ത്രീകളാണ് അതിന് മുന്നിട്ടിറങ്ങണത്. ഇനി ഞങ്ങളിത് പിടിച്ചെടുത്തേ പറ്റൂ. ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഈ അധികാരം കിട്ടണം. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അതിന്റെ ഫസ്റ്റ് ഇതാണ് ഇപ്പൊ കണ്ടത്, സുരേഷ് ഗോപിയുടെ വിജയം. ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പെല്ലാം BJP നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. അതാണ് ഇടതിന്റെയും വലതിന്റെയും ഭയം. പിണറായി വിജയനോട് എന്താണ് പറയാനുള്ളത് ഈ സമയത്ത്? പിണറായി വിജയൻ ഇനി കണ്ടും കേട്ടും നടന്ന് ജീവിച്ചോട്ടെ, അത്രേ പറയാളോ. ജനങ്ങളെ ഇനിയും ഉപദ്രവിക്കാതിരിക്കുക. രാജിവെച്ച് പുറത്തു പോകാൻ പറയാം. രാജിവെക്കുക, പുറത്തു പോവുക, അത്രേ ഇനി പറയാളോ.
അത്രയും നെറികെട്ട ഒരു ഭരണമാണ് അദ്ദേഹം കാഴ്ചവെക്കണത്. ജനങ്ങളെ ഇനി ഇതിൽ ഇത്രയധികം ബുദ്ധിമുട്ടിപ്പിക്കാല്ലേ, അതേപോലെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവർക്കുള്ള പെൻഷനും ഒന്നും കൊടുക്കണം, ആനുകൂല്യങ്ങൾ കംപ്ലീറ്റ് അവര് എന്താ പറയാ നിർത്തലാക്കിയേക്ക. അതൊക്കെ തിരിച്ചു കൊടുക്കട്ടെ, ജനങ്ങളെ സേവിക്കാൻ പഠിക്കട്ടെ പിണറായി വിജയൻ, അല്ലെങ്കിൽ അയാൾ ഇറങ്ങിപ്പോട്ടെ. കേരളം നശിപ്പിച്ചു അല്ലേ, കട്ടുപിടിച്ചെന്ന് തോന്നുന്നു. കേരളം കട്ടുമുടിച്ച് നശിപ്പിച്ചു, ഇനി നശിപ്പിക്കാൻ ഒന്നുമില്ല. ഇപ്പോ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ വരും, എന്തെങ്കിലും കിറ്റ് ഒക്കെ കൊടുത്തിട്ട് വോട്ട് പിടിക്കുന്ന പരിപാടി എന്ത് കിറ്റ്, ഇനി എന്ത് കിറ്റ് കൊടുത്താലും ജനങ്ങൾ അത് അംഗീകരിക്കില്ല, നടക്കില്ല. ജനങ്ങളുടെ അടുത്ത് ജനങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞു. ഇനി പിണറായി വിജയനല്ല, അതിന്റെ അപ്പുറത്തേക്ക് ആര് വന്നാലും ഇവിടെ ജയിക്കില്ല, ആ കാര്യം ഉറപ്പാ. BJP അത് നേടിയെടുക്കും. അതിന്റെ ഒരു മുന്നോടിയാണ് ഇപ്പൊ ഞങ്ങളുടെ MP, ഞങ്ങളുടെ കേന്ദ്രമന്ത്രി സുരേഷ് ജി. ഒരു സംശയമില്ല. തൃശ്ശൂരിൽ BJPയുടെ ജില്ലാധ്യക്ഷനായിട്ടുള്ള KK അനീഷ് കുമാറിനെതിരെ വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ കേസുകളിൽ അകപ്പെടുത്താനുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ CPMന്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയൊരു പ്രഷർ പോലീസിന്റെ ഭാഗത്തുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. 107 പോലെയുള്ള വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ ജയിലിലടക്കുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് BJP മുന്നോട്ട് പോകും. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലുള്ള ഒരു പരിപാടി ഇപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ BJPയുടെ പ്രതിഷേധ പരിപാടികളിലടക്കം തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ സ്ത്രീജനങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചത് അതുപോലെ തന്നെയാണ് ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികളിൽ ഇപ്പോൾ സ്ത്രീകൾ ഇറങ്ങി പ്രവർത്തിക്കുന്നത്.